மக்களின் கொண்ட யூடியூப் சேனல் சொரப்பார கோழிப்பார வின்சென்ட் சேவியர். இந்த வியாஜராய் சம்மந்தப்பட்டு இன்னைக்கு என்ன கிழமை? வியாழக்கிழமை ஏதேசம் 3 மணிக்கு 2 மணிக்கு என் வீட்டு ஃபோனில் கூப்பிட்டுருக்குறாங்க. சம்சாரத்தை கூப்பிட்டு எனக்கு சம்பவம் தெரியாது சார், வீட்டுக்கார கூப்பிட்டுருக்குன்னா அவங்க அது எனக்கு இல்லை அடிஷனல் எஸ்பின்னு சொல்கிறாங்க. அவங்க சொல்கிறது அடிஷனல் எஸ்பின்னு சொல்கிறாரு. அவங்களுக்கு கூப்பிட்டு என் சம்சாரத்தை மிரட்டுறாங்க. உனக்கு காரியம் அறையும் இல்லையா ഭർത്താവ് കൊടുത്ത പരാതിക്ക് അവർക്ക് അങ്ങനെ അറിയാം? അറിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞല്ലേ പറയാം, അറിഞ്ഞ കാര്യങ്ങളെ പറയാൻ പറ്റും. സാർ എന്തിനാണ് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? തെളിവില്ല. എന്താ സാർ തെളിവ്? ഹലോ അമ്മ, പുതു നമ്പറാ ഇருக்கு. ഹലോ ഹലോ, ഞാൻ പാലക്കാട് അഡീഷണൽ എസ് പി സാറെ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പുറത്ത് പോയല്ലോ. എവിടെയാണ് വിളിച്ചത്? ഇത് ചോറപ്പാറ കോഴിപ്പാറ, ഇത് കൊഴിഞ്ഞാമ്പാറ ഭാഗത്തിൽ പെട്ടതാണ്. ചോറപ്പാറ വിളിച്ചത് ഏട്ടനാണ്, കെട്ടിവനാണ് വിളിച്ചത്. പേര് വിൻസെന്റ് സേവിയർ. എന്റെ പേര് ക്രിസ്റ്റല്. വിൻസെന്റ് സേവിയറാണ് വിളിച്ചത്. ഏത് പരാതി കൊടുത്തിട്ട് ഞങ്ങള് 2-3 പ്രാവശ്യം കൊടുത്ത പരാതിന് എന്താ പറഞ്ഞൊരു ഞങ്ങള് കൊഴിഞ്ഞാമ്പാറയിൽ കൊടുത്തതാണ്. കൊഴിഞ്ഞാമ്പാറയിൽ കൊടുത്ത് കൊഴിഞ്ഞാമ്പാറ CI ഇത് തെറ്റായത് അയച്ചത് കാരണം ഞങ്ങള് പാലക്കാട് SP ഓഫീസിൽ കൊടുത്തതാണ് ആദ്യം. ഏതോ തെറ്റാന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വേറെ നമ്പർ അത് പരാതി എന്താന്ന് എനിക്കറിയില്ല. ഏട്ടനാണ് കൊടുത്തത്, ഏട്ടനാണ് വിളിച്ചത്. നിങ്ങളെ ഭർത്താവ് കൊടുത്ത പരാതി എന്താ നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലേ? അത്രയ്ക്കൊന്നും നമുക്കൊന്നും പറ്റില്ല സാറേ. ഞാൻ തമിഴാണ്, കുറച്ച് വർഷമേ മലയാളം അറിയുക. അത് കാരണം എനിക്കത് മരിച്ച ആളിന്റെ പേരിൽ കിണർ കുളിച്ചതിന്റെ ഇതാണ്. സ്റ്റാമ്പ് പേപ്പർ എന്തോ വാങ്ങിയിട്ട് കിണർ കുളിച്ചതിന്റെ അങ്ങനെ പറഞ്ഞിട്ടാണ് അത് കൊടുത്തത്. അത് അത്രയും വിൻസെന്റ് മിസ്റ്റർ മിഷൻ മെക്കാനിക്കൽ ജോലിയും കോൺക്രീറ്റ് മറ്റേ കോൺക്രീറ്റ് ഓട്ടുന്ന മിഷൻ ഉണ്ടല്ലോ, അതൊക്കെ നേരെയാക്കുന്ന പണിയും. എവിടെയെങ്കിൽ കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ വിളിക്കും ഫോണില്, അവർക്ക് പോയി കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാൻ പോകും. കിണറ് ഇതൊക്കെ നമുക്ക് അറിയില്ല സാറേ. അതാണ് അവർ ഏട്ടൻ വന്ന് പിന്നെ വിളിക്കാൻ പറയാ. ഇപ്പൊ ഏട്ടൻ പണിക്ക് പോയിരിക്കുന്ന ഒരു കോൺക്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിഷന് കൊണ്ടുപോയിരിക്കുന്നു. ഉണ്ട്. SP സാർ വിളിച്ചത് ഏട്ടനാണ് വിളിച്ചത്. ഭക്ഷണം കഴിക്കാൻ വന്ന പോതാണ് വിളിച്ചത് ഈ നമ്പറില്. അവരുടെ കയ്യിലുള്ള നമ്പർ വേറെയാണ്. കൊഴിഞ്ഞാമ്പാറയിൽ ഞങ്ങൾ 2019 തൊട്ട് നടക്കുന്നു സാറേ. ഇത് ഒരുപാട് കേസ് ഉണ്ട് ഇവരുടെ പേരില്. ഇവിടെ 10-30 പേരുടെ പേരിലൊക്കെ ഇത് ശരിயான പ്രശ്നമായിട്ടാണ് കൊണ്ടുപോയി കൊടുത്തത്. നമ്പർ തരാ, നിങ്ങൾ അവന്ന് വിളിക്കി. അപ്പൊ നമ്പർ ഹലോ 99 99 47 76 97 73 மக்களின் கொண்ட யூடியூப் சேனல் சொரப்பார கோழிப்பார வின்சென்ட் சேவியர். இந்த வியாஜராய் சம்மந்தப்பட்டு இன்னைக்கு என்ன கிழமை? வியாழக்கிழமை ஏதேசம் 3 மணிக்கு 2 மணிக்கு என் வீட்டு ஃபோனில் கூப்பிட்டுருக்குறாங்க. சம்சாரத்தை கூப்பிட்டு எனக்கு சம்பவம் தெரியாது சார், வீட்டுக்கார கூப்பிட்டுருக்குன்னா அவங்க அது எனக்கு இல்லை அடிஷனல் எஸ்பின்னு சொல்கிறாங்க. அவங்க சொல்கிறது அடிஷனல் எஸ்பின்னு சொல்கிறாரு.
அவங்களை கூப்பிட்டு என் சம்சாரத்தை மிரட்டுறாங்க. உனக்கு காரியம் അറിയില്ലയാണ്. ഭർത്താവ് കൊടുത്ത പരാതിക്ക് അവർക്ക് എങ്ങനെ അറിയാം? അറിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞല്ലേ പറയാം, അറിഞ്ഞ കാര്യങ്ങളെ പറയാൻ പറ്റും. സാർ എന്തിനാണ് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? തെളിവില്ല. എന്താ സാർ തെളിവ്? കേൾക്കും തെളിവ്? എസ് പി സാർ അല്ല തെളിവ് കേട്ടല്ലോ. എസ് പി സാർ തെളിവ് കേട്ടല്ലോ. എന്താണത് മിണ്ടാത്ത സാറേ? എന്തിനാണ് അതിപ്പോൾ? ഇപ്പം നിങ്ങളെല്ലാ കുറ്റം ചേട്ടി എൻ്റെ തലയിൽ കെട്ടിച്ചമക്കുകയാണോ പരിപാടി? കട്ടവണ് കിട്ടിയാലും കിട്ടിയവന് പരിക്കേണ്ട പരിപാടിയാണ്. നിങ്ങൾ ലഞ്ചം വാങ്ങി വാങ്ങിക്കോളെ, പക്ഷെ എന്നോട് എൻ്റെ കുടുംബത്തോട് വേണ്ട കേട്ടോ. അത് വല്ലരോട് കാണിച്ചാൽ മതി. നിങ്ങൾ എന്ത് കാണിച്ചാൽ അതുപോലെ നമ്മൾ തിരിച്ചും കാണിക്കും. ഇനി പേടിക്കാനൊന്നുമില്ല. ഇനി വേറെ മരണം ഒന്നേ വരുള്ളൂ ബാക്കിയുള്ളൂ. അതിനൊന്നും ചുക്ക് ഞാൻ മരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ജീവിക്കട്ടെ സാറേ കേട്ടോ. അഡീഷണൽ എസ് പി സാറേ, ഇനി ഈ ഭീഷണിപ്പെടുത്തി പരിപാടി നിർത്തിക്കോളെ. ഞാൻ തിങ്കളാഴ്ച രാവിലെ നിങ്ങളെ നേരിൽ കാണാൻ വരുന്നുണ്ട്. 7 മക്കളെയും കൂടെ യൂട്യൂബ് ചാനൽ ഞാൻ അത് ഇനി ഈ പരാതി എവിടേക്ക് എത്തിക്കണം അവിടെ എത്തിച്ചു തരാം കേട്ടോ. നിങ്ങൾ എന്നെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. 2 പേർ അത് എന്നെയും ഭീഷണിപ്പെടുത്തുന്നു. കോടതിയിൽ പോയ കേസല്ല സാറേ, ഞാൻ ഈ വ്യാജരായ കേസിൽ ഞാൻ കോടതിയിൽ പോയതല്ലേ. നിങ്ങൾ എന്തിന് തെളിവില്ല പറയണു? ആ പേപ്പറിൽ ഈ സ്റ്റാമ്പ് പേപ്പറെ കുറിച്ച് ഒരു വർത്തമാനമില്ല. പഞ്ചായത്ത് ഡയറക്ടർ റിപ്പോർട്ട് പറിച്ച് ഒരു മിണ്ടാട്ടമില്ലല്ലോ. എന്താണ് അത് മിണ്ടാത്തത്? നിങ്ങൾ മൊട്ടയായിട്ട് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്? തെളിവിക്ക് രേഖ വെക്കി നിങ്ങൾ എൻ്റെ മുന്നിൽ. നിങ്ങളുടെ എന്താ റിപ്പോർട്ട് ചെയ്ത രേഖ എൻ്റെ മുന്നിൽ വെക്ക്. എൻ്റെ രേഖ നിങ്ങളുടെ മുന്നിൽ വെക്കിട്ട് കുടുംബത്തോട് കള്ളക്കേസ് കൊടുക്കണം. എന്താ ഭീഷണിപ്പെടുത്തും സാറേ? തൂക്കിക്കൊല്ലും നിങ്ങളാണ്. നിങ്ങൾ അങ്ങനെ ആണത്തുള്ള ആളാണെങ്കിൽ എന്ത് നല്ല പറയാൻ പാടില്ല. നല്ല നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥൻ, നല്ല ഉദ്യോഗസ്ഥനാണെങ്കിൽ എൻ്റെ തെളിവ് ഞാൻ തിങ്കളാഴ്ച മുന്നിൽ എസ് പി ഓഫീസ് മുന്നിൽ എസ് പിക്ക് ഹാജരാക്കാം. നിങ്ങൾ പറഞ്ഞാൽ ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് പറഞ്ഞിട്ടില്ല, കൂടുതൽ നടത്തില്ലെന്ന് പറയുന്നല്ലോ സാറേ. എന്തിനാണ് ശരി എന്നെന്തിനാ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതാണ്? SCCയെ എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? ASP എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? എന്തിനാണ് ആവശ്യം? പരാതി കൊടുക്കാൻ അവകാശമില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നത്? നീ കോടതി കൊടുത്തതിൽ കോടതി പോലീസ് കേസ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല, പറ്റില്ല. ഞാൻ എന്തെങ്കിലും തെളിവ് ഹാജരാക്കിയിട്ട് SP സാർക്ക് അതിന് നടപടി വേണം. എനിക്ക് ഞാൻ ഇപ്പൊ 2ാം കോടതി പണി പൈസ വേണ്ട, ആര് തരും പൈസ? ഞാൻ തെളിവ് ചെയ്ത് കോടതി കൊണ്ട് ഹാജരാക്കി. നിങ്ങൾ ഇന്ന് കള്ള റിപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ കോടതി കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് അത് പറ്റില്ല. SP സാർ നടപടി എടുക്കണം. അത് പറ്റില്ല. എന്താ ഞാൻ കഷ്ടപ്പെട്ട ഒരു കൂലിപ്പണിക്കാരായിരുന്നിട്ട് ഞാൻ എത്ര വർഷം കോടതി പോകണമെന്ന് പറയുന്ന ഒരു കേസിക്ക് ഇല്ല സാർ, അന്വേഷിക്കല്ല. ഞാൻ ചൊവ്വാഴ്ച വരും, തിങ്കളാഴ്ച വരാൻ പറഞ്ഞു സാർ. പിന്നെയും തെളിവായിട്ട് വരും ഞാൻ. അത് പറ്റില്ല. എനിക്ക് നീതി നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ സാർ തന്നെയാണ്, പോലീസ് തന്നെയാണ്. പക്ഷേ ഞാൻ അംഗീകരിക്കുന്നു. കള്ള റിപ്പോർട്ട് എന്തിനു കൊടുക്കുന്നു? ലഞ്ചം എന്തിനു വാങ്ങുന്നു? കള്ള റിപ്പോർട്ട് കൊടുത്തില്ല, അത് കോടതി കണ്ടക്ട് ചെയ്യാൻ അവകാശമുണ്ടല്ലോ, അറിയില്ലേ? എന്തേ ഇപ്പൊ കോടതിയിൽ കേസ് നിലവിലില്ലല്ലോ. കേസ് തള്ളിപ്പോയതല്ലേ? കേസ് തള്ളിപ്പോയി, കോടതി നിലവിലില്ലല്ലോ കേസ്. ഇപ്പോ തെളിവ് സഹിതം ഞാൻ SP സാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ നിങ്ങൾ എന്തിനാ തെളിവില്ല? നിങ്ങൾ ഇത് ലഞ്ചം എന്തിനാ വാങ്ങുന്നത്? ലഞ്ച പൈസ എന്തിനാ വാങ്ങുന്നത് സാറേ? എന്തിനാണ് ശരി എന്നെന്തിനാ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതാണ്? SCCയെ എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? ASP എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? എന്തിനാണ് ആവശ്യം? പരാതി കൊടുക്കാൻ അവകാശമില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നത്? നീ കോടതി കൊടുത്തതിൽ കോടതി പോലീസ് കേസ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല, പറ്റില്ല. ഞാൻ എന്തെങ്കിലും തെളിവ് ഹാജരാക്കിയിട്ട് SP സാർക്ക് അതിന് നടപടി വേണം. എനിക്ക് ഞാൻ ഇപ്പൊ 2ാം കോടതി പണി പൈസ വേണ്ട, ആര് തരും പൈസ? ഞാൻ തെളിവ് ചെയ്ത് കോടതി കൊണ്ട് ഹാജരാക്കി. നിങ്ങൾ ഇന്ന് കള്ള റിപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ കോടതി കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാണ് അത് പറ്റില്ല. SP സാർ നടപടി എടുക്കണം. അത് പറ്റില്ല. എന്താ ഞാൻ കഷ്ടപ്പെട്ട ഒരു കൂലിപ്പണിക്കാരായിരുന്നിട്ട് ഞാൻ എത്ര വർഷം കോടതി പോകണമെന്ന് പറയുന്ന ഒരു കേസിക്ക് ഇല്ല സാർ, അന്വേഷിക്കല്ല. ഞാൻ ചൊവ്വാഴ്ച വരും, തിങ്കളാഴ്ച വരാൻ പറഞ്ഞു സാർ. പിന്നെയും തെളിവായിട്ട് വരും ഞാൻ. അത് പറ്റില്ല. എനിക്ക് നീതി നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ സാർ തന്നെയാണ്, പോലീസ് തന്നെയാണ്. പക്ഷേ ഞാൻ അംഗീകരിക്കുന്നു. കള്ള റിപ്പോർട്ട് എന്തിനു കൊടുക്കുന്നു? ലഞ്ചം എന്തിനു വാങ്ങുന്നു? കള്ള റിപ്പോർട്ട് കൊടുത്തില്ല, അത് കോടതി കണ്ടക്ട് ചെയ്യാൻ അവകാശമുണ്ടല്ലോ, അറിയില്ലേ? എന്തേ ഇപ്പൊ കോടതിയിൽ കേസ് നിലവിലില്ലല്ലോ. കേസ് തള്ളിപ്പോയതല്ലേ? കേസ് തള്ളിപ്പോയി, കോടതി നിലവിലില്ലല്ലോ കേസ്. ഇപ്പോ തള്ളിപ്പോയി, നീ ഹാജരാവാത്തതായിരിക്കും തള്ളിപ്പോയത്. ഹാജര കോടതി നിനക്ക് സമൻസ് ഹാജരാവേണ്ടിയിരുന്നു. സമൻസ് വന്നില്ല, എനിക്ക് അറിയാതെ വായിപ്പോയത്. ഞാനൊരു കാര്യം ചെയ്യും, എനിക്ക് തെളിവ് സഹിതം ഹാജരാക്കിയിട്ടുണ്ട് SP സാർക്ക്. അതിന് പേരിൽ അവർ മറുപടി ആ കേസ് അന്വേഷിച്ച് പുനരന്വേഷിച്ച് എനിക്ക് കേസ് എടുക്കുന്നതാണ് ഞാൻ ആവശ്യപ്പെട്ടേക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ഞാൻ പിന്നെയും വരും സാറേ. തെളിവ് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെയും തിങ്കളാഴ്ച തെളിവ് കൊണ്ടുവരാം. ഇനി നോക്കിയിട്ട് പറയാം. നിങ്ങൾ കള്ള റിപ്പോർട്ട് തന്നെ തൂക്കിക്കൊന്നാലും വേണ്ടല്ലേ? തിങ്കളാഴ്ച വന്ന് ഞാൻ എൻ്റെ കുടുംബത്തോടൊന്ന് ആത്മഹത്യ തയ്യാറായിരിക്കും, ആത്മഹത്യ ചെയ്യാൻ. ഞാൻ അതിന് അങ്ങനെ ചെയ്യുള്ളൂ. എന്റെ കുടുംബത്തോട് എന്നോട് കള്ള റിപ്പോർട്ട് കൂടി എന്തിനാ സാർ എന്റെ കുടുംബത്തോട് എന്തിനാ ലഞ്ചം വാങ്ങുന്നത്? ലഞ്ചം എന്തിനാ നിങ്ങൾ വാങ്ങുന്നത്? സാർ എന്റെ കേസ് വിട് സാറേ. എന്റെ കേസ് വേണ്ട, എന്റെ കേസ് മിണ്ടേ വേണ്ട. ഞാൻ കോടതിയിൽ സത്യസം തെളിക്കാൻ എൻ്റെ രേഖയുണ്ട്.
ഞാന് എന്നാ ഈ തെളിയിക്ക്. അത് കൊടുത്താൽ അത് ശരി, അത് കൊടുത്താൽ ഓക്കെ, അത് പോട്ടെ. ഈ വ്യാജരേഖ കേസിൽ ഞാൻ എന്തിനാണ് നിങ്ങൾ കള്ള റിപ്പോർട്ട് കൊടുക്കുന്നത്? കള്ളറോട്ടോട് കോടതി തീരുമാനിക്കുന്നത്, ഞങ്ങളല്ലേ തീരുമാനിക്കുക കേട്ടല്ലോ. കോടതി തീരുമാനിക്കും. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും. എന്റെ സാർ ഒരു മിനിറ്റ്, നിങ്ങൾ തെളിവ് എന്റെ കയ്യിൽ, നിങ്ങൾ തെളിവ് ഹാജരാക്കി മുന്നിൽ ഹാജരാക്കി ഞാൻ വരാം. ഞാനും എന്റെ തെളിവ് ഹാജരാക്കി തരാം. തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണ്ട, അല്ലെങ്കിൽ പോലീസിന് മുന്നിലല്ല, കോടതി ഹാജരാക്കണ്ട കേട്ടോ. പോലീസ് അല്ല സാർ നടപടി എടുക്കുന്നതാറാ, നടപടി എടുക്കുന്നതാറാ കേട്ടോ, നടപടി കോടതിയിലാ ചെയ്യണ്ടേ കേട്ടോ. സാറേ സാർ മനസ്സിലായില്ല? തെളിവ് തന്നെ കോടതിയിൽ ഹാജരാക്കണ്ട. എനിക്ക് വിവരമില്ലെങ്കിൽ വിവരമില്ല വക്കീൽമാരെ ചോദിച്ച് പറഞ്ഞു തരുമോ കേട്ടോ. എനിക്ക് ഊരില്ല എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ലഞ്ചം വാങ്ങിക്കോ സാറേ, കള്ളക്കേസ് എന്റെ പേരിൽ എടുക്കാൻ പറ്റുമോ സാർ? എന്ത് പെട്ടെന്ന് സാർ ചെയ്യാത്ത കൂട്ടിന് എടുത്തേക്കണം. അപ്പൊ അത് ഞാൻ കോടതി പോയി എന്ത് അങ്ങനെ പോലീസ് കള്ളക്കേസ് എടുത്താൽ അതിന് പരിഹാരമാണ് കോടതികൾ എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ആർക്കേറെ ഞങ്ങൾ എന്തിരിപ്പോ എന്റെ കുടുംബത്തോട് മാത്രം എന്താണ് സാറേ രാഷ്ട്രീയ എന്തിനാണ് എന്റെ കുടുംബത്തോട് നിങ്ങൾ കൂടുതൽ കാട്ടുന്നത്? നിങ്ങള് എന്റെ ഒരു കുടുംബത്തോട് മാത്രം ഒറ്റ ഒരു കുടുംബത്തോട് പോലീസിനെതിരെ പരാതി കോടതി സമീപിക്കുക. സാറേ എനിക്കത് അറിയില്ല. ഞാൻ SP സാറിന് വിളിക്കും, തിങ്കളാഴ്ച രാവിലെ പിന്നെയും പരാതി തരും. എനിക്ക് ആ കേസ് കയറി നടപടി വേണം തന്നെ വേണം. നിങ്ങൾ എന്തെങ്കിലും കള്ള റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ തിങ്കളാഴ്ച വരും. തിങ്കളാഴ്ച ഞാൻ ഇന്ന് തന്നെ വരാൻ വിചാരിച്ചാൽ ജോലി തിരക്കൊണ്ട് തിങ്കളാഴ്ച രാവിലെ വരും, ഇല്ലെങ്കിൽ ശനിയാഴ്ച വരും. ആ എന്തെങ്കിലും തെളിവുണ്ട് എനിക്ക് ആ കേസിൽ അവർ കേസ് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ പറ്റില്ല. ശരി. ആ